ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ ജ്വല്ലറിയിൽ വന്നിട്ട് ഡേവിഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഡേവിഡാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമ്മളെ മൂർത്തീസ് ജ്വല്ലറിക്കാണെങ്കിൽ 50 വർഷത്തെ പാരമ്പര്യമാണുള്ളത്. ഇതുവരെയ്ക്കും അവർ ഇത് പിന്നോക്കം ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ്, പക്ഷേ ഇപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഒരുപാട് അവർക്ക് പിന്നോക്കം വന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അവർക്കിപ്പോൾ സെയിലും ഒക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ അറിയാൻ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഡേവിഡ് പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. അതൊക്കെ ഞങ്ങളതിന് ശേഷമാണ് അതൊക്കെ സംഭവിച്ചത്. പിന്നെ ഗൾഫ് മാർക്കറ്റൊക്കെ ഒരുവിധം ഞങ്ങൾ പിടിച്ചടക്കി കഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇനി യഥാർത്ഥത്തെ മത്സരം ഇനിയിപ്പോൾ വിഷുവിനാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ ആ ഡേവിഡ് ആണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിലും നവ്യയും കൂട്ടാണെങ്കിൽ ജ്വല്ലറിയിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിലും അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളെന്തായാലും മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിവാദം ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാനെന്തായാലും ആ കുടുംബത്തിലെ ഒരു ചെറിയൊരു അംഗമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അഭിയാണെങ്കിൽ അവിടുത്തെ അയാളത്ത് പറയുന്നുണ്ട്, ഞാൻ ആ കുടുംബത്തിലെ അംഗമാണല്ലോ, പക്ഷേ അവിടെ ആണെങ്കിൽ പല രീതിയിലുള്ള അഴിമതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചതാണ്, എൻ്റെ പേരുള്ള കുറ്റം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ആദർശാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അവരടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന അവിടെ ജ്വല്ലറിയുടെ ആ ഉദ്യോഗസ്ഥനാണെങ്കിൽ നേരെ വന്ന് നമ്മൾ ആദർശിൻ്റെ കൈയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അഭിയാണെങ്കിലും നമ്മൾ നവ്യാണെങ്കിലും നമ്മൾ ആദർശം നോക്കുന്നുണ്ട്, പക്ഷേ അവർക്കത് മനസ്സിലായില്ല. അവർക്ക് ഒരു പഞ്ചാബിക്കാരനാണെന്നൊക്കെ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ.